ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ക്രിസ്മസ് ട്രീകളിൽ ഒരെണ്ണമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇത് ന്യൂയോർക്ക് സിറ്റിയിലെ റോക്കഫെല്ലർ ക്രിസ്മസ് ട്രീ ആണേ. ഇവിടെ ആദ്യമായിട്ടൊരു ട്രീ വെച്ചത് കുറച്ച് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആയിരുന്നു 1931. അതൊരു ചെറിയ ട്രീ ആയിരുന്നു. അവർ തന്നെ കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കി അവിടെ ഇങ്ങനെ വെച്ചതാണ്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരുപാട് സ്ഥലത്തുനിന്ന് US തന്നെ പല സ്റ്റേറ്റുകളിൽ നിന്ന് പലരും ട്രീ ഡൊണേറ്റ് ചെയ്യാനും പിന്നെ സ്പെഷ്യലായിട്ട് സെലക്ട് ചെയ്യാനും അങ്ങനെ വലിയ സൈസിലെ ട്രീകൾ ഇവിടെ വന്നു തുടങ്ങി. ഈ വർഷം വന്നിരിക്കുന്ന ഈ ട്രീ മസച്യൂസെറ്റിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിന് 74 ഫീറ്റ് ഹൈറ്റും 11 ടണ്ണുമാണ് വെയിറ്റ്. ട്രീ അലങ്കരിച്ചിരിക്കുന്ന 50,000 LED കളേർഡ് ലൈറ്റ്സ് വെച്ചിട്ടും പിന്നെ ട്രീയുടെ മേളിൽ വെച്ചേക്കുന്ന ആ സ്റ്റാർ സ്വറോസ്കി ക്രിസ്റ്റൽസ് ഏകദേശം 30 ലക്ഷം ക്രിസ്റ്റൽസ് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്ന 70 സ്പൈസും ഉണ്ട്. പിന്നെ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 900 പൗണ്ടാണ്. 450 കിലോയ്ക്ക് അടുത്ത് വരും ആ സ്റ്റാറിൻ്റെ തന്നെ വെയിറ്റ്. ഡയമീറ്റർ ആണെങ്കിൽ ഏകദേശം ഒരു 10 ഫീറ്റ് ഡയമീറ്ററും വരും. ഇതിൻ്റെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഒരു ഐസ് റിങ്ക് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ബ്രോൺസ് സ്റ്റാച്യു കണ്ടോ, അത് പ്രോമെത്തസ് എന്ന് പറയുന്ന ഗ്രീക്ക് ഹീറോയുടെയാണ്. പുള്ളിക്കാരൻ ഫയർ എടുത്ത് ഗോഡിൻ്റെ നിന്ന് ഹ്യൂമൻസിലേക്ക് കൊടുത്തെന്നാണ് പറയുന്നത്. ഇതാണ് ഒരു റോക്കഫെല്ലർ സെൻറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഫ്രണ്ടിൽ നിന്ന് കുറേ ഏഞ്ചൽസും കാണാം, അങ്ങേയറ്റത്ത് ട്രീയും കാണാം. പക്ഷേ ഇങ്ങനൊരു പിക്ചർ ഞാൻ എടുക്കണമെങ്കിൽ വല്ല പാതിരാത്രിയിലും പോകണം, ആൾക്കാരില്ലാത്ത സമയത്ത്. പിന്നെ പ്രൊമെത്തസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നില്ലേ, പുള്ളിക്കാരൻ ഹ്യൂമൻ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനെ ആഗ്രഹിച്ചിരുന്ന ആളാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ജോൺ ഡി റോക്കഫെല്ലർ എന്ന് പറയുന്ന ഇതിൻ്റെ സ്ഥാപകൻ. അദ്ദേഹത്തിനെ സിംബലൈസ് ചെയ്തുകൊണ്ടാണ് ഈ ബ്രോൺസ് സ്റ്റാച്യു ഇവിടെ വെച്ചേക്കുന്നത്. സിറ്റിയുടെ കണക്കനുസരിച്ച് ഈ ട്രീ കാണാൻ ഒരു വർഷം ഇവിടെ 125 മില്യൺ ആൾക്കാർ വരുന്ന